താജ്മഹൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലിന്റെ കളറാണ് ഞാനിവിടെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നൊരു ഡിസൈനർ ഫ്രോക്ക് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളുടെ പേജിൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്, പക്ഷെ അത് കസ്റ്റമർ പറഞ്ഞ കളറിലേക്ക് അതിനൊന്ന് മാറ്റേണ്ടിയിരിക്കും. ആദ്യം ഞാൻ കാണിച്ച ആ 2 പ്ലെയിൻ മെറ്റീരിയൽ ഇല്ലേ, ആ മെറ്റീരിയലിനെയാണ് നമുക്ക് ആ യെല്ലോ ഷെയ്ഡിലേക്ക് മാറ്റേണ്ടത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം മെറ്റീരിയലൊക്കെ നമ്മൾ എടുത്ത് കളക്ട് ചെയ്ത് വെച്ച ശേഷം ചേച്ചിമാർ പറഞ്ഞു പുതിയ കോട്ടൺ കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ഞാനും അമ്മയും കൂടി എന്ത് ചെയ്തു, ഓരോരോ കോട്ടൺ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ. എന്തായാലും എന്റെ കൂടെ എപ്പോഴും വരുന്ന അമ്മയാണ്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം സെയിം മെന്റൽ ഡിസോർഡർ ഉള്ള ആൾക്കാരാണ്. തുണി കാണുമ്പോൾ അതിലങ്ങ് വീണ്ടും അങ്ങനെ നമ്മളെടുത്ത മെറ്റീരിയലിന്റെ കളർ ഡൈ ചെയ്ത് വന്നതാ ഇങ്ങനെയാണ്. നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ. കസ്റ്റമർ പറഞ്ഞേക്കുന്ന അതേ ഷെയ്ഡിലേക്കാണ് നമ്മൾ ഇതിനെ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഡ്രസ്സിന്റെ യോക്ക് പോർഷൻ ിലേക്ക് വർക്ക് ജോർജറ്റ് വരുന്ന മെറ്റീരിയലും അതിന് താഴേക്ക് പ്ലെയിൻ ജോർജറ്റുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ടൈബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേകതരം കളറുകളിലേക്കുള്ള നൂലുകളും അതിലേക്കുള്ള ലൈനിങ് മെറ്റീരിയലും കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അത് നമ്മൾ ഒപ്പിച്ചു. ഞാൻ എന്റെ ബൊട്ടീക്ക് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ്, ആ ഒരു സ്റ്റേജ് മുതൽ എനിക്ക് എപ്പോഴും ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഡിസൈനർ ഫ്രോക്ക് കേട്ടോ. എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഇടുമെന്നൊക്കെ ചോദിച്ച കുറേ പേര് എന്നോട് മെസ്സേജ് ചെയ്യാറുണ്ട്. സമയക്കുറവ് ഗതികേട് കൊണ്ടാണ് എനിക്ക് ഇതൊന്നും യൂട്യൂബിൽ തട്ടാൻ പറ്റാത്തത്. എങ്ങനെയുണ്ട് ഇതിന് നമ്മുടെ ഐറ്റം ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കസ്റ്റമൈസേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. പിന്നെ നമ്മുടെ ഷിപ്പിംഗ് ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു നിന്നും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്, ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയുള്ളൂ. ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്.